നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, ബംഗ്ലാദേശ് ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വേദിയിൽ അപമാനിക്കപ്പെട്ടു. ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശ് ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസാണ് നാണം കെട്ടത്. ഈ അടുത്ത കാലത്തായി യൂനുസ് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു വരികയാണ്. അവസരം കിട്ടുന്നതൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇപ്രാവശ്യം പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വ്യക്തമായി പറഞ്ഞാൽ, ഈ വരുന്ന ജൂൺ 9 ഫ്രാൻസിൽ വെച്ച് നടക്കാൻ പോകുന്ന യുണൈറ്റഡ് നേഷൻസ് ഓഷ്യൻ കോൺഫറൻസിനിടയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ചകൾ നടത്താൻ താൽപ്പര്യമുണ്ടെന്ന് കാണിച്ച് അപേക്ഷ നൽകിയിരുന്നു. ഫ്രാൻസ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനവർ പറഞ്ഞ കാരണമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല എന്നാണ് പറഞ്ഞത്. ഇതോടെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കി യാത്രയും റദ്ദാക്കി. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട് യൂനുസിന്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പുറത്താക്കി ഇടക്കാല സർക്കാർ രൂപീകരിച്ച് മുന്നോട്ടു പോകുന്ന യൂനുസിന് പൊതു തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി തന്റെ ഗവൺമെന്റിനെ നിയമാനുസൃതമാക്കണം. ഇതിനാണ് ചൈനയുമായും പാകിസ്ഥാനുമായും ഒക്കെ കൂട്ടുകൂടുന്നതും ഇന്ത്യക്കെതിരെ നീങ്ങുന്നതും ജനങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിലും വിശ്വാസം നേടിയെടുക്കുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ലാത്ത യൂനുസിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആത്മവിശ്വാസമില്ല. കൂടാതെ അനുയായികളുടെ തന്നെ പിന്തുണയിൽ സംശയം വേറെയും. ഇതിനെല്ലാം പുറമെയാണ് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിലെ അതൃപ്തിയും. എന്നാൽ അധികാരത്തിന്റെ രുചി അറിഞ്ഞ യൂനിസിന് അത് ഒഴിവാക്കാനും തോന്നുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് യൂനിസ് കുറുക്കുവഴി തിരഞ്ഞെടുത്തത്. ഈ അടുത്തിടെ ബാങ്കോക്കിൽ വെച്ച് നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ യൂനിസ് ഇങ്ങനെ പങ്കെടുക്കുകയും നമ്മുടെ മോദിയുമായി സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ വൈറലായിരുന്നു. ഇതുതന്നെയാണ് ഇത്തവണയും ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ ഫ്രാൻസിന് ഇങ്ങനെ പ്രതികരിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്നതും ഇന്ത്യക്കെതിരെ നീങ്ങുന്നതും തന്നെയാണ്. ഇതിനിടയിൽ തുർക്കിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും തുർക്കി ബംഗ്ലാദേശിനായി ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന പുതിയ ഭൂപടം തന്നെ ഇറക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വാർത്തയും വന്നിരുന്നു. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലഗുരി ഇടനാഴിക്കടുത്ത് ബംഗ്ലാദേശിലെ ലാൽമൊനർഹത്തിലെ 2ാം ലോക മഹായുദ്ധകാലത്തെ ഒരു പഴയ വ്യോമത്താവളം പുതുക്കി പണിയാൻ ചൈന ബംഗ്ലാദേശിനെ സഹായിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പതിറ്റാണ്ടുകളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇത് നവീകരിക്കുന്നതിലൂടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് ഉപയോഗിക്കാൻ അവസരം കിട്ടിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ്. കാരണം ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനോ രഹസ്യവിവരങ്ങൾ ശേഖരിക്കാനോ അവർക്ക് എളുപ്പമാകും. ഇതിനു പുറമെ ടീസ്റ്റ നദീജല മാനേജ്മെന്റിനായി ചൈന ഇപ്പോൾ തന്നെ പദ്ധതികൾ നടത്തി വരികയാണ്. ഒപ്പം ബംഗ്ലാദേശിലെ 3 ആശുപത്രികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ടീസ്റ്റ നദിക്ക് അപ്പുറവും ഇപ്പുറവുമായി സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്തുമായാണ് നിർമ്മിക്കുന്നത്. ഇതും ഇന്ത്യയെ സംബന്ധിച്ച് ദേശസുരക്ഷയുടെ കാര്യത്തിൽ അതിപ്രധാനമാണ്. ഇതിനെല്ലാം മറുപടിയായി ഇന്ത്യയും നമ്മുടെ കൊൽക്കത്തയുമായും മ്യാൻമാറുമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ഹൈവേ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനുസിനും ബംഗ്ലാദേശിനും കിട്ടുന്ന ഓരോ അടിയും നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഇനി ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.